എക്കോക്സി സെറ്റിംഗ്സിൽ അക്കൗണ്ട്സ് ഹെഡിൻ്റെ അണ്ടറിൽ ലെഡ്ജറിന് ശേഷം വരുന്ന നെക്സ്റ്റ് ഓപ്ഷനാണ് അക്കൗണ്ട് ഗ്രൂപ്പ്. അക്കൗണ്ട് ഗ്രൂപ്പ് ക്ലിക്ക് ചെയ്തതിന് ശേഷം അക്കൗണ്ട് ഗ്രൂപ്പിൻ്റെ ഫോമാണ് ഓപ്പൺ ആവുന്നത്. ഈ ഒരു ഫോമിൽ നമ്മൾ ഒരു ന്യൂ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആ ലെഡ്ജറിന് വേണ്ടതായിട്ടുള്ള അക്കൗണ്ട് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാനും അതുപോലെ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തതും ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നതുമായ എല്ലാ അക്കൗണ്ട് ഗ്രൂപ്പ് ഡീറ്റെയിൽസും നമുക്കിവിടെ കാണാൻ സാധിക്കും. ഈ ഒരു ഡാറ്റ ടേബിളിൽ എല്ലാ അക്കൗണ്ട് ടൈപ്പ് ആൻഡ് നമ്മൾ യൂസ് ചെയ്യുന്ന അക്കൗണ്ട് ഗ്രൂപ്പ് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് വ്യൂ ചെയ്യാൻ സാധിക്കും. നമുക്കൊരു പർട്ടിക്കുലർ അക്കൗണ്ട് ടൈപ്പ് അല്ലെങ്കിൽ അക്കൗണ്ട് ഗ്രൂപ്പ് ഡീറ്റെയിൽസ് മാത്രം ആക്സസ് ചെയ്യാനായിട്ട് ഈ ഒരു ഫിൽറ്റർ ഓപ്ഷൻ ഉപയോഗിച്ച് ആക്സസ് ചെയ്യാൻ സാധിക്കും. ഫിൽറ്റർ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അക്കൗണ്ട് ടൈപ്പ് സെലക്ട് ചെയ്യാനും അതുപോലെ അക്കൗണ്ട് നെയിം എൻ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മൾ എൻ്റർ ചെയ്യുന്ന അല്ലെങ്കിൽ സെലക്ട് ചെയ്യുന്ന അക്കൗണ്ട് ടൈപ്പ് അക്കൗണ്ട് നെയിം ഡീറ്റെയിൽസ് മാത്രമായി നമുക്ക് അപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ അത്തരത്തിലുള്ള ഡീറ്റെയിൽസ് മാത്രം ആക്സസ് ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് വരുന്നത് സെർച്ച് ബാർ ആണ്. ഈ ഒരു ഫിൽറ്റർ ഓപ്ഷൻ പോലെ തന്നെ നമുക്ക് അക്കൗണ്ട് ടൈപ്പ് ആൻഡ് അക്കൗണ്ട് ഗ്രൂപ്പ് നമുക്ക് ഈ ഒരു സെർച്ച് ബാറിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പർട്ടിക്കുലർ ഡാറ്റ മാത്രം ആക്സസ് ചെയ്തെടുക്കാൻ സാധിക്കും. നെക്സ്റ്റ് വരുന്നത് ആഡ് ന്യൂ ഐക്കൺ ആണ്. ഈ ഒരു ആഡ് ന്യൂ ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ന്യൂ അക്കൗണ്ട് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഫോം ഓപ്പൺ ആവുന്നു. റൈറ്റ് സൈഡിൽ വരുന്നത് എക്സ്പോർട്ട് ഓപ്ഷൻ ആണ്. എക്സ്പോർട്ട് ഓപ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് നമ്മളുടെ ഈ ഒരു അക്കൗണ്ട് ഗ്രൂപ്പ് ഡാറ്റ എല്ലാം എക്സൽ ഫോർമാറ്റിലേക്ക് എക്സ്പോർട്ട് ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് ഒരു ന്യൂ അക്കൗണ്ട് ഗ്രൂപ്പ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. അതിനുവേണ്ടി ആഡ് ന്യൂ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ആഡ് ന്യൂ ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു ഫോം ഓപ്പൺ ആവുന്നു. ഇവിടെ നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുള്ള അക്കൗണ്ട് ഗ്രൂപ്പിൻ്റെ നെയിം എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ആ അക്കൗണ്ട് ഗ്രൂപ്പ് ഏത് അക്കൗണ്ട് ടൈപ്പിൻ്റെ അണ്ടറിലാണോ വരുന്നത് ആ അക്കൗണ്ട് ടൈപ്പ് സെലക്ട് ചെയ്ത് കൊടുക്കുക. സെലക്ട് ചെയ്തതിന് ശേഷം സേവ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ന്യൂ അക്കൗണ്ട് ഗ്രൂപ്പ് സേവ് ചെയ്യാൻ സാധിക്കും. ക്യാൻസൽ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും അക്കൗണ്ട് ഗ്രൂപ്പിൻ്റെ ആ ഒരു സെർച്ച് പേജാണ് റീഡയറക്റ്റ് ചെയ്യുന്നത്. നമ്മൾ സേവ് ചെയ്ത അക്കൗണ്ട് ഗ്രൂപ്പ് ഡാറ്റ എല്ലാം തന്നെ ഈ ഒരു ഡാറ്റ ടേബിളിൽ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഇത്രയും ഓപ്ഷൻസ് ആണ് ഈ ഒരു അക്കൗണ്ട് ഗ്രൂപ്പ് ഫോമിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. താങ്ക് യു.